ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ വൈകുന്നേരം എന്ത് ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കണ്ണം പറഞ്ഞത് അവിടെ ശിവഗിരി ഫെസ്റ്റ് നടക്കില്ലേ, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ കാറും എടുത്ത് അപ്പോഴേ ശിവഗിരി ഫെസ്റ്റ് കാണാൻ വേണ്ടി പോയി. ശരിക്കും ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 3-4 കിലോമീറ്ററേ ഉള്ളൂ ശിവഗിരി ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തോട്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴേ 2 കണ്ണും കൂടെ വാടാക്കി എടുത്തുകൊണ്ട് വരണമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം അത്രത്തോളം കാഴ്ചകളുണ്ട്. വഴിയോര കച്ചവടക്കാരും ലൈറ്റും സൗണ്ട് ഒരു ബഹളം തന്നെ. ആദ്യം എൻ്റെ കണ്ണുളുക്കിയത് നിറച്ച് കമ്മലുള്ളൊരു സ്ഥലത്താണ്. ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഞാൻ തിരിച്ചു മറിച്ച് നോക്കുന്നുണ്ട്. എനിക്കിതൊക്കെ കാണുമ്പോഴേ ഒരു ആന്തോളനമാണ്. ഉണ്ടെങ്കിലും ഇതൊന്നും തിരിച്ചു മറിച്ച് നോക്കാതെ പോയ ഒരു മനസ്സമാധാനക്കേടാണ്. പക്ഷേ തത്തതാ എന്നെ കൈ പിടിച്ച് വലിക്കുന്നത്, വാ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. കാരണം അവർക്ക് കളിപ്പാട്ടമൊക്കെയാണ് വേണ്ടുന്നത്. കുറച്ചൊന്ന് മുമ്പോട്ട് നടന്നപ്പോൾ നല്ല മണം കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്ന അപ്പടേ കയറി ഒരു പ്ലേറ്റിന് ഓർഡർ കൊടുത്ത്. സത്യം പറഞ്ഞാൽ കണ്ണൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, അവിടെ പോയി ആവശ്യമില്ലാത്തൊന്നും വാങ്ങിച്ച് കഴിക്കരുതെന്ന്. പക്ഷേ ഒരു രക്ഷയില്ല. മണം അടിച്ചാൽ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റുമോ? മനുഷ്യരല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു പോയി. അപ്പോൾ കൂടെ തത്തയും പറഞ്ഞ് അവൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കണ്ണൻ പറഞ്ഞ് നിങ്ങൾ മാത്രം ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡൊന്നും കഴിച്ച് വയറ് കേടാക്കണ്ട, ഞാനും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് കണ്ണൻ അത് കഴിക്കുകയാണ്. എന്നിട്ട് കണ്ണൻ അരമണിക്കൂർ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് അത് കഴിച്ചിട്ടുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് അതൊന്നും വക വയ്ക്കാതെ ഞങ്ങൾ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഇഷ്ടം പോലെ കാഴ്ചകളാണ്. സത്യം പറഞ്ഞാൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള എല്ലാം എനിക്ക് മേടിക്കണമെന്നുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേ ഒരു ചേട്ടൻ എന്താ ഇന്നസെൻ്റ് ഒരു സിനിമയിൽ ചോദിക്കുന്നത്, നിനക്ക് തോക്ക് കളഞ്ഞിട്ടുണ്ട് വേണോ എന്ന ഭാവത്തിൽ നിൽക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതാ വഴിയിലൊരു ചേച്ചി ഇരുന്ന് മൈലാഞ്ചിരണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്നി ചേച്ചി മൈലാഞ്ചിരണോന്നുണ്ട്. പക്ഷേ കണ്ണൻ സമ്മതിക്കത്തില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ അതാ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴത്തേക്കും തത്തയ്ക്ക് അവളുടെ മോതിരത്തിൽ പേര് എഴുതിച്ചേ മതിയാവും. അങ്ങനെ കണ്ണനും തത്തയും കൂടെ ഇവിടെ മോതിരത്തിൽ പേര് എഴുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ആ ചേട്ടൻ എഴുതിയൊക്കെ കൊടുത്ത്, ചേട്ടനല്ല എന്നാലും എഴുതിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ആൾക്കാരെ കാരണം നടക്കാൻ വയ്യ. ഞാനും തത്തയും കൂടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോവുകയാണ്. 2 സൈഡിലും ഇഷ്ടം പോലെ സാധനങ്ങളാണ്. ഇപ്പോഴും ഞങ്ങൾ നടന്നു പോകുന്നതിൻ്റെ മധ്യത്തിൽ 2 സൈഡിലും വീട്ടു സാധനങ്ങളൊന്നും മേടിക്കുക എനിക്ക് വലിയ താല്പര്യമില്ല. ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ മേടിച്ചുകൊണ്ട് പോയാൽ ഞാൻ തന്നെ ഇതൊക്കെ വെച്ച് ജോലി ചെയ്യണ്ടേ. അതുകൊണ്ട് അതൊക്കെ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മുമ്പോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ എനിക്കും തത്തയ്ക്ക് ഒരുപോലെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സ്ഥലത്തെത്തി. വളയും കമ്മലും മാലയൊക്കെ വിൽക്കുന്ന സ്ഥലം. സത്യം പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം കൂടെ കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. എൻ്റെ ദൈവമേ, എന്നെ അങ്ങ് ദത്തെടുക്കൂ. അത്രയ്ക്ക് കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതെല്ലാം കൂടെ ഈ ലൈറ്റ് വെട്ടത്തിൽ കണ്ടപ്പോഴേ എൻ്റെ വീട്ടിൽ ഉള്ള ഏത് ഇല്ലാത്ത ഏത് ഒന്നും എനിക്കറിയാൻ വയ്യ. കൈ കിട്ടിയെല്ലാം കൂടെ ഞാൻ വാരി പറക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ തത്തി ഒട്ടും മോശമല്ല, അവൾ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കണ്ണൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ കുറച്ച് സമയം വീഡിയോ ഇടുക, അല്ലാതെ ഇത് എനിക്ക് മുതലാവത്തില്ല എന്ന് പറഞ്ഞ്. പക്ഷേ അപ്പോഴത്തേക്കും തത്ത ചാടിയും കണ്ണൻ്റെ അടുത്ത് എത്തി. അവിടെയും അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവൾ വാരി പറക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കണ്ണനും തത്തയും കൂടെ ആ കടയിൽ നിന്ന് കുറേ സാധനങ്ങൾ, അതായത് ഈ തത്ത എടുക്കുന്നത് കൂടുതൽ റബ്ബർ, പെൻസിൽ, അതുപോലെ പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും മോഡലിലുള്ള പേന, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അവൾ എടുക്കുന്നത്. എന്തായാലും അവൾക്ക് ആവശ്യമുള്ളതെല്ലാം കണ്ണൻ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. തത്തയ്ക്ക് എന്നിട്ട് മതിയായിട്ടില്ല. നിനക്ക് ഇനിയും മതിയായിട്ടില്ലല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം അവൾ അടുത്ത കടയിൽ കൊണ്ടുപോയി. അവളുടെ ഇഷ്ടം പോലെ കീച്ചനുള്ള ഒരു കടയിലാണ് ചെയ്യുന്നത്. കീച്ചീൻ അവളുടെ ഒരു വീക്ക്നെസ് ആണ്. അതെല്ലാം നുള്ളി പറക്കി എടുത്തിട്ട് എങ്ങനെയെങ്കിലും കണ്ണ എന്നെ തത്തയും കൂടെ അവിടെ നിന്ന് പാക്കപ്പ് ചെയ്യുകയാണ്. മണിച്ചിത്രത്താഴ് സിനിമയിൽ രാമനാഥൻ നാഗവല്ലിയെ കൊണ്ടുപോകില്ലേ, അതുപോലെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ കണക്ക് കറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ പറഞ്ഞ് പെട്ടെന്ന് വന്നാൽ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിരാന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതാ സമയം 11:40 ആയിട്ടുണ്ട്. കടകൾ ഒരുവിധമുള്ള എല്ലാം അടച്ചിട്ടുണ്ട്. ഈ കട മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അവിടെ കഴിക്കാനൊന്നുമില്ല, ജ്യൂസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയൊക്കെയാണ്. അപ്പോൾ അവർ മെനു കാർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മെനു കാർഡ് നോക്കാൻ നിന്നില്ല. അവിടെ ഡിസ്പ്ലേ കണ്ട ഒരു ജ്യൂസ് അങ്ങ് പറഞ്ഞ് തത്ത ഷേക്കാണ് പറഞ്ഞത്. ഈ ഷോപ്പിൽ ശരിക്കും കരിമ്പാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അങ്ങനെ കരിമ്പും ആംലിയും കൂടെ ചേർന്നൊരു ജ്യൂസാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് കരിമ്പ് എവിടെ നിന്നാണ് വരുന്നതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞ് കർണാടകത്തിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ഷോപ്പ് പ്രവർത്തിക്കുന്നത്. കാരണം വേറെ ആരും ഈ പരിസരത്തെങ്ങുമില്ല. അങ്ങനെ പാതിരാത്രി ആയിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചേച്ചി ജ്യൂസും ഷേക്കും ഒക്കെ റെഡിയാക്കി തന്ന്. തത്തയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ടാൽ തോന്നും അവൾ ആദ്യമായിട്ടാണ് ഷേക്ക് കുടിക്കുന്നതെന്ന്. പക്ഷേ പാതിരാത്രി കുടിക്കുന്നത് അങ്ങനെ പതിവില്ലല്ലോ. അതിൻ്റെ ഒരു ചാട്ടവും ബഹളമൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉറപ്പായിട്ടും അവൾക്ക് തൊണ്ടവേദന വരും. കാരണം തണുപ്പ് കുടിച്ചുകൂടാത്ത ആളാണ് അവൾ. അപ്പോൾ എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു ജ്യൂസും ഒരു ഷേക്കും മാത്രമേ മേടിച്ചുള്ളൂ. കാരണം പാതിരാത്രിയല്ലേ, കഴിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് ജ്യൂസ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.